ഇതുപോലെ പൂക്കൾ വേണം നിങ്ങളെ വീട്ടുമുറ്റത്ത്. എന്നാലേ വീഡിയോ കണ്ടാൽ ഇത് ഇങ്ങനെ പൂക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അസ്സലാമലൈക്കും, നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പോൾ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ ചെടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് കേട്ടോ ഈ ഒരു വലത് ഭാഗത്ത് നമ്മൾ വെച്ചത് നമ്മളെ വീര പിങ്ക് ഉണ്ട്. പിന്നെ അതുപോലെ 10 മണികളുണ്ട്. പിന്നെ ഈ 10 മണികളൊന്നും നമ്മൾ കഴിഞ്ഞ വർഷം മാറ്റി വെക്കാത്ത 10 മണികളാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് ബട്ടർഫ്ലൈ ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. നിറയെ പൂക്കളൊക്കെ ഉണ്ടായിനിപ്പോൾ രണ്ടാമത് പൂക്കളൊക്കെ ആയി വരികയാണ് കേട്ടോ. ബട്ടർഫ്ലൈ യെല്ലോ ആണ് കേട്ടോ. ഇത് നിറയെ പൂക്കുന്നൊരു ചെടി തന്നെയാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് നമ്മളെ വീര പിങ്ക് ഉണ്ട്. പിന്നെ ഗ്രീൻ ആപ്പിൾ പിങ്ക് ഉണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ ഗ്രീൻ ആപ്പിൾ പിങ്ക് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് പേരെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, അത്രേ അറിയും. അപ്പോൾ അത് കണ്ടോ, ഇതിൻ്റെ ഒരു കളറ് കണ്ടോ, നിങ്ങൾ ഇതിൽ കാണുന്നത് ഈ കളറിലാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മളടുത്ത് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ തൈക്ക് വരുന്നത് 250 ഉറുപ്പ്യാണ് കേട്ടോ ഈ ഗ്രീൻ ആപ്പിളിൻ്റെ ഇതിൻ്റെ തൈക്ക് വരുന്നത്. പിന്നെ കൊറിയർ ചാർജുമാണ് വരിക. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളെ വീര പിങ്ക് ഉണ്ടോ. പിന്നെ അതോണം പിന്നെ വീര വൈറ്റ് ഉണ്ട്. വീര തന്നെ ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് അടീനിയം ചെടികൾ വെച്ചിട്ടുണ്ട്. 3 ഇതിലായിട്ടാണ് വെച്ചത്. ഒരടീനിയം, 10 മണി, പിന്നെ അടീനിയം കേട്ടോ. നമുക്ക് വെക്കാനൊരു സ്ഥലക്കുറവുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ചതാണ്. പിന്നെ നമ്മളെ ഈ ഒരു യെല്ലോ ആണ് വരുന്നത്. ഈ ഒരു കളറിൽ നല്ല വയലറ്റ് യെല്ലോ മൊണാലിസ ഉണ്ട്. പിന്നെ അതുകൊണ്ട് പർപ്പിൾ കളറിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് എല്ലാ കാലവും പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ്, നിറയെ പൂക്കുന്ന ചെടിയാണ്. പിന്നെ വന്നിട്ട് അതുകൊണ്ട് പിന്നെ 10 മണി, പിന്നെ അഡീനിയം തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളെ മൊണാലിസ യെല്ലോ, പിന്നെ അതുകൊണ്ട് ഒരു അഡീനിയം. പിന്നെ അതുകൊണ്ട് നമ്മളെ ഇത് കണ്ടോ, നമ്മളെ സൺറൈസ് വൈറ്റ് കേട്ടോ. വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. അതുപോലെ തന്നെ മൊണാലിസ ഈ ഒരു 2 ചെടിയിലിപ്പോൾ പൂക്കൾ വന്നിട്ട് കൊഴിയാണ്ട് ഇപ്പോൾ കുറേ ആയിട്ടോ. അത്രക്ക് കുറേ നമ്മളൊരു ചെടി വാങ്ങുമ്പോൾ അതിൽ എത്ര കാലം പൂക്കൾ കിട്ടുന്നുള്ളൂ കൂടി നോക്കണം. എത്ര കാലം വരെ പൂക്കൾ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ചെടികൾ ലീഫ് നോക്കി വാങ്ങിയാൽ മതി. ചെറിയ ഇത് കണ്ടോ, അതിപ്പോൾ ചെറിയ ലീഫായതുകൊണ്ടാണ് നിറയെ പൂക്കൾ. ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞതാണ്. മൊണാലിസൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. മൊണാലിസ വേറൊരു കളറോട് നമ്മളിലുണ്ട് കേട്ടോ, പൂക്കളായിട്ടില്ല. ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഇതേ ഒരു കളറിലാണ് കേട്ടോ ഈ മൊണാലിസ യെല്ലോ വരുന്നത്. യെല്ലോ ഒരുപാട് നമ്മളെ വൈറ്റിനെ കൊണ്ട് പറഞ്ഞോണം, യെല്ലോയും ഒരുപാട് സൈസ് യെല്ലോയും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നിറയെ പൊക്ക പോലെ നിറയെ പൂക്കളായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ കഴിഞ്ഞ്, ഏതാണ്ട് 1.5 മാസമൊക്കെ ആയിട്ടോ. ഒരു വട്ടം പൂക്കൾ കഴിഞ്ഞ് പിന്നെ രണ്ടാമതിപ്പോൾ പൂക്കൾ വന്ന് നിൽക്കുകയാണ്. ഇതിന് ശരിക്കും വിരിഞ്ഞിട്ടില്ല, വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മൊണാലിസൻ്റെ ഒരു ഭംഗി, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സൺറൈസും അങ്ങനെ തന്നെ നിറയെ പൂക്കളുള്ള കുറേ കാലമായി വിരിഞ്ഞിട്ട് അങ്ങനെ കുറേ ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളാണ്. നമ്മളെ നാടൻ വൈറ്റൊക്കെ നമുക്കൊരു കുറഞ്ഞ ദിവസം കൊണ്ട് പൂക്കൾ വന്നു പോകും കേട്ടോ. പക്ഷേ ഈ ഹൈബ്രിഡ് വെറൈറ്റികളിൽ അങ്ങനെ പോവില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ഉറപ്പായിട്ട് ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ പൂക്കൾ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പൂക്കൾ ഇപ്പോൾ ഈ പൂക്കൾ കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യാമെന്നറിയോ, നമ്മൾ കുറച്ച് ഫാക്ടംബോസും അതുപോലെ തന്നെ കുറച്ച് പിന്നെ പൊട്ടാഷ്യം കൂടി നമ്മൾ ചെടീൻ്റെ കവറിൻ്റെ സൈഡിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം നനച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു 15 ദിവസം
കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ DAP കുറച്ച് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ അതുകൊണ്ടാവും ഇത്രയധികം പൂക്കൾ കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നമ്മൾ വളങ്ങൾ ചെയ്ത് തണലത്ത് ചെടി വെച്ചാൽ ഇതുപോണം പൂക്കൂല കേട്ടോ. ഇവിടെന്ന് വെച്ചാൽ ഒരു മരങ്ങളോ യാതൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടുമുറ്റത്ത് ഇത്രയും പൂക്കൾ തിങ്ങി നിറഞ്ഞുണ്ടാകുന്നത് കേട്ടോ. വെയിലാണ്, ഏത് ചെടിയാണെങ്കിലും വെയിൽ പ്രധാന ഒരു കാരണമാണ് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ ഏതൊരു പ്ലാന്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും പൂക്കൾ കുറഞ്ഞ പ്ലാന്റുകൾ കുറവാണ്, തീരെ ഇല്ലയെന്നേ പറയേണ്ടത്. പിന്നെ ഇനി ഫ്രൂട്ട്സ് പ്ലാന്റുകളാണെങ്കിലും അല്ലാത്ത പിന്നെ വേറെ എന്താണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എന്തും ഇവിടെ നല്ലോണം പെട്ടെന്ന് കായ്ക്കുകയും പൂവിടുകയും ഒക്കെ ചെയ്യും കേട്ടോ. ഈ ഒരു വെയിലുകൊണ്ട് തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. എന്ത് സാധനമാണെങ്കിലും നല്ല വെയിൽ കിട്ടേണ്ടതിന് വെയിൽ കിട്ടുക തന്നെ വേണം കേട്ടോ. പിന്നെ അതോളം പിന്നെ ഞാൻ നനയ്ക്കുന്നത് അതും കൂടി നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല നനനെ പറ്റിയിട്ട്. പിന്നെ പോട്ടി മിക്സിൻ്റെ ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നനയ്ക്കൽ ഞാൻ ഒരൊറ്റ തവണ നനയ്ക്കലുണ്ട്, പക്ഷേ ഇവിടെ ശരിക്കും 2 നേരം നനയ്ക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ ഇന്നത്തേത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ എൻ്റെ കുടുംബത്തിനെ പെടുത്തണം കേട്ടോ. പിന്നെ അതുപോലെ ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ ഫാമിലി ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ട് നല്ല നല്ല കമൻറ്റുകൾ ഇടാൻ പറയണേ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.